ഇത് കണ്ടില്ലേ, ഇതൊക്കെ കൊണ്ടാണ് VD സതീശൻ ഒരു മുഖ്യമന്ത്രിയായി നമ്മുടെ സംസ്ഥാനത്തിനെ നയിക്കാൻ പറ്റിയ ഒരു നേതാവാണെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ മജീഷ്യനാണ് ഐസക് എന്ന് പറയുന്ന ആള്. പണമില്ലാതെ പദ്ധതികൾ പ്രഖ്യാപിക്കുക, എന്നിട്ട് പണം എവിടെ എന്ന് ചോദിക്കുമ്പോ നിങ്ങൾക്ക് എന്താ അറിയാം, ഇത് ഇന്റഗ്രേഷൻ അല്ലേ? ഒരു പുതിയ വാക്കാണ് ഇന്റഗ്രേഷൻ അല്ലേ? ഇത് വിവിധ വകുപ്പുകൾ തമ്മിലുള്ള നിലവിലിരിക്കുന്ന പദ്ധതികൾ തമ്മിലുള്ള ഒരു ഇന്റഗ്രേഷൻ അല്ലേ എന്നിരിക്കുക. പണമില്ല എന്നുള്ളത് ക്ലിയർ ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, ഡിജിറ്റൽ ഇക്കോണമി, പുതിയ വാക്കുകളാണ്, നല്ല കാര്യങ്ങളാണ്, നല്ല സ്വപ്ന പദ്ധതികളാണ്. പക്ഷെ അതിന്റെ അകത്ത് വ്യക്തതയില്ലല്ലോ, അതിന്റെ അകത്ത് ക്ലാരിറ്റി ഇല്ലല്ലോ. ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ജോലിയില്ലാത്ത അഭ്യസ്തവിദ്യരായ തൊഴിലില്ലാത്ത കേരളത്തിലെ ചെറുപ്പക്കാർ അതിൽ പേർ രജിസ്റ്റർ ചെയ്താൽ ഞങ്ങൾ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടും, ആ സ്ഥാപനങ്ങൾ വഴി നിങ്ങൾക്ക് തൊഴിൽ തരും. അടുത്ത വർഷം 3 ലക്ഷം പേർക്ക് ഞങ്ങൾ തൊഴിൽ തരും. ഏത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് 3 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കാൻ പോകുന്നത്? കഴിഞ്ഞ പ്രാവശ്യം അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ 25 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. ഈ പ്രാവശ്യം എന്തായാലും അത് ഭാഗ്യം, അത് 20 ലക്ഷമായിട്ട് കുറച്ചു അടുത്ത 5 വർഷത്തേക്ക്. അപ്പൊ ഇതെല്ലാം ഈ പറയുന്നത് യഥാർത്ഥ ധനസ്ഥിതിയെ മറച്ചുവെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ട് പ്രചരണത്തിന് വേണ്ടി നടത്തുന്ന കാര്യങ്ങളാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക്, അദ്ദേഹം ബജറ്റിലൂടെ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾക്ക് വിശ്വാസ്യതയുടെ കുറവുണ്ട്. കാരണം അദ്ദേഹം കഴിഞ്ഞ 5 വർഷക്കാലത്തെ ബജറ്റ് എടുത്ത് പരിശോധിച്ചാൽ ആർക്കും മനസ്സിലാകും, അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികളിൽ നടപ്പാക്കിയ പദ്ധതികളുടെ അതിന്റെ 3 ഇരട്ടി വരും നടപ്പാക്കാത്ത പദ്ധതികൾ. ഇതുപോലുള്ള ഇത്രയും നല്ല പേര് കണ്ടുപിടിക്കാൻ ഐസക്കിനെ പോലെ ഒരാൾ കേരളത്തിലില്ല. ഏത് പദ്ധതിക്കാണെങ്കിലും അതിന് അദ്ദേഹം ഇങ്ങനെ സംസാരിച്ച് വേറെ അതിനൊരു ഉദാത്തമായ മാനം കൊടുത്ത് നമ്മളെ കൂടി അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകും. ഞാനിതിലൊക്കെ പണ്ട് വീണുപോയിരുന്ന ഒരാളാണ്. ഇദ്ദേഹം ഇത് പറയുമ്പോൾ ഞാൻ ഭയങ്കര ആവേശഭരിതരായി ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ ഇത് യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോ ആ യാഥാർത്ഥ്യവും അദ്ദേഹം പറയുന്ന കാര്യങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഞാനൊക്കെ പെട്ടുപോയത് ഇപ്പോഴും ഒരുപാട് ആളുകൾ പെട്ടു നിൽക്കുകയാണ്. നമ്മളിത് കഴിഞ്ഞ ഒരു അദ്ദേഹത്തിന്റെ 10ാമത്തെ വർഷമാണ്. ഞാൻ അസംബ്ലിയിലെ MLA ആയിട്ട് വരുമ്പോൾ മുതൽ അദ്ദേഹം അവിടെ ഉണ്ട്, ധനകാര്യ കാര്യങ്ങൾ സംസാരിക്കും. സത്യം പറഞ്ഞാൽ ഐസക്കിനെ പോലെ ഒരാൾ അപ്പുറത്തുള്ളത് കൊണ്ടാണ് ഞാൻ എക്കണോമിക്സ് പഠിക്കാൻ തുടങ്ങിയത്. അന്നൊക്കെ ഐസക്ക് തുടക്കത്തിലെ അവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളെ വഴിതെറ്റിച്ചുകൊണ്ടു പോകും. ഇപ്പോഴും നമ്മൾ സൂക്ഷിച്ചിരുന്നില്ലെങ്കിൽ നമ്മളെ വേറെ വഴിക്ക് കൊണ്ടുപോകും. അത്രയും ബുദ്ധിമാനായ, ഞാൻ വീണ്ടും ഒരു വാക്കെടുത്ത് പറയും, അത്രയും കൗശലക്കാരനായ ഒരു മജീഷ്യനാണ് അദ്ദേഹം. പക്ഷെ യാഥാർത്ഥ്യം ഇതൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞില്ലേ ഇത് ജെൻഡർ ബജറ്റാണ് എന്ന് പ്രഖ്യാപിക്കും. 2 ജെൻഡർ ബജറ്റ് പ്രഖ്യാപിച്ചു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു, ഞാനിപ്പോ ഇത് നോക്കും എന്താണ് ഇതിന്റെ ഔട്ട്കം. ഞാൻ ചോദിച്ചു, കേരളത്തിലെ പാവപ്പെട്ട സ്ത്രീകൾക്ക് ഒരു പൊതു സ്ഥലത്ത് പോയാൽ അവർക്കൊരു ടോയ്ലറ്റിൽ പോകണമെങ്കിൽ ഒരു ടോയ്ലറ്റ് പോലും പണിതിട്ടില്ല. ഈ ജെൻഡർ ബജറ്റ് 2 പ്രാവശ്യം കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ വ്യവസായ ഇടനാഴി 5 കൊല്ലമായിട്ട് പറയാണ് വ്യവസായ ഇടനാഴി. ഇവിടെ നിക്ഷേപര് വരുമ്പോൾ അവർക്കൊരു എക്കോസിസ്റ്റം ഉണ്ടാക്കും. അപ്പൊ കണ്ടില്ലേ, ടെക് മഹീന്ദ്ര വരുന്നു, നിസാൻ മോട്ടോഴ്സ് വരുന്നു, ഹിറ്റാച്ചി വരുന്നു എന്ന് പറഞ്ഞു. അവരൊക്കെ വന്നിട്ട് ഓടിപ്പോയ വഴിയിൽ പുല്ലുപോലും മുളച്ചിട്ടില്ല. കാരണം ഞാനിപ്പോ ധനകാര്യമന്ത്രിയെ മാത്രം കുറ്റപ്പെടുത്തുന്നില്ല, ധനകാര്യമന്ത്രി അത് പ്രഖ്യാപിക്കുന്ന ആളാണ്. അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഗവൺമെന്റിന്റെ ഒരു സിസ്റ്റം വേണം. യഥാർത്ഥ പ്രശ്നം എന്താണ്? യഥാർത്ഥ പ്രശ്നം ബജറ്റ് എന്ന് പറയുന്നത് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്, വാർഷിക വരവ് ചെലവ് കണക്കാണ്. ഈ വാർഷിക വരവ് ചെലവ് കണക്കിൽ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ എന്താണ് വരുമാനം? അദ്ദേഹം അധികാരത്തിൽ വന്ന 5 കൊല്ലം മുമ്പ് പറഞ്ഞത്, എന്നോട് പറഞ്ഞത്, നിങ്ങൾ നോക്കിക്കോ സതീശ, ഞങ്ങൾ നിങ്ങളെ പോലെ അല്ല, ഞങ്ങൾ അടുത്ത 5 വർഷക്കാലം 30% നികുതി വരുമാന വർധന ഉണ്ടാവും, നോക്കിക്കോ എന്ന് പറഞ്ഞു. 10 കടക്കുന്നില്ല അദ്ദേഹത്തിന്റെ നികുതി വരുമാന വർധനവ്. അദ്ദേഹം GST കൊണ്ടുവന്നിട്ട് ആ GSTയിലെ നികുതി ഭരണം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം അത് റീകൺസ്ട്രക്ട് ചെയ്തു, അത് റീസ്ട്രക്ചർ ചെയ്തു, പുതിയ സംവിധാനങ്ങൾ ചെയ്തു, കുറവുകൾ പരിഹരിച്ച്. അദ്ദേഹത്തിന് KGSTയിലെ കുടിശ്ശിക പിരിക്കാൻ പറ്റിയിട്ടില്ല, ഇതുവരെ വാറ്റ് പിരിക്കാൻ പറ്റിയിട്ടില്ല. ഈ പ്രഖ്യാപനം കണ്ടില്ല, ആംനസ്റ്റി തുടരും. അദ്ദേഹം പറയട്ടെ, കഴിഞ്ഞ പ്രാവശ്യത്തെയും കഴിഞ്ഞ വർഷത്തെയും അതിന്റെ മുമ്പിലത്തെ വർഷത്തെയും അദ്ദേഹത്തിന്റെ കുടിശ്ശിക പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആംനസ്റ്റി സ്കീം ദയനീയമായി പരാജയപ്പെട്ടു. എന്നിട്ട് അതേ സ്കീം കണ്ടിന്യൂ എന്ന് പറയാണ്. സത്യത്തിൽ അദ്ദേഹം ചെയ്യേണ്ടത് എന്താ? 2 ആംനസ്റ്റി സ്കീം എന്തുകൊണ്ട് തുടർച്ചയായി പരാജയപ്പെട്ടു? അതിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് കുറെ കൂടി ഭംഗിയായ രീതിയിൽ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കണം. ജസ്റ്റ് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ നികുതി വരുമാനം കുറയാനുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ശാസ്ത്രീയമായ സമീപനം അദ്ദേഹത്തിന്റെ ബജറ്റിലില്ല. പിന്നെ
കഴിഞ്ഞ 5 കൊല്ലക്കാലം ഞാൻ 1996-2001 അദ്ദേഹം ധനകാര്യമന്ത്രിയായപ്പോ എനിക്ക് ആ പരാതി അദ്ദേഹത്തെ കുറിച്ചില്ല, ഈ പരാതിയൊന്നുമില്ല. അന്ന് അദ്ദേഹം കർശനമായി എല്ലാ വകുപ്പുകളിലും ഇടപെടുമായിരുന്നു. ഇപ്പൊ ഒരു വകുപ്പിലും അദ്ദേഹം ഇടപെടുന്നില്ല. കാരണം എന്താണെന്നറിയോ? ദുർച്ചെലവുകളൊക്കെയാണ്. ധനകാര്യ വകുപ്പ് നോക്കുകുത്തിയായി നിൽക്കുകയാണ്. അതിന്റെ രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടാവും. ഞാൻ ഐസക്കിന്റെ ആ കാര്യത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അദ്ദേഹം ഇന്റർവ്യൂ ചെയ്യുന്നില്ല അത്തരം കാര്യത്തിൽ. അപ്പൊ ദുർച്ചെലവുകൾ വർദ്ധിക്കുകയും വരുമാനം ഗണ്യമായി കുറയുകയും അതിന്റെ കൂടെ തീർച്ചയായിട്ടും നമ്മളതൊന്നും യാഥാർത്ഥ്യബോധമില്ലാതെ സംസാരിക്കരുത്. പാൻഡമിക് സിറ്റുവേഷൻ ആണ്, മറ്റു പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം കൂടി വന്ന് വല്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ ഈ പറയുന്ന പരിപാടികൾ ഇദ്ദേഹം ചെയ്ത പരിപാടിയെ പറ്റുള്ളൂ. കാരണം പൈസ ഇല്ല കയ്യിൽ, ഇലക്ഷൻ വരാൻ പോകുന്നു. അപ്പോ അതാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം ചെയ്ത മാജിക്. അതാണ് ആ കാര്യത്തിലുള്ള താങ്കളുടെ പ്രാഥമികമായ വിമർശനം.